AAC10A. ഈ AAC10Aയിൽ വ്യക്തമായ ഒരൊറ്റ വിഷയം പറയുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ഒരു പേഷ്യൻ്റ് കെയർ നടക്കുമ്പോൾ ആ പേഷ്യൻ്റ് കെയറിന് ഒരു ഡോക്ടർ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവണം. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ സർവീസ് കൊടുത്താലും ഒരു ടീമാണ് ആ പേഷ്യൻ്റ് കെയർ നടത്തുന്നതെങ്കിലും ഒരു ഡോക്ടർ, ഒരു ക്വാളിഫൈഡ് ഡോക്ടർ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് ഒരു പേഷ്യൻ്റ് അഗെയിൻസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ആ ഫയലിനകത്ത് കാണാം ഏത് ഡോക്ടറാണ് റെസ്പോൺസിബിൾ. മറ്റ് ഡോക്ടർമാർക്കോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്കോ ഈ പേഷ്യൻ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഹൂ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ ടു ഡിസ്കസ് അബൌട്ട് ദ കെയർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദിസ് objective element AAC10A. During all phases of care, there is a qualified individual identified as responsible for the patient care. ആ പേഷ്യൻ്റ് കെയറിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ കൃത്യമായും ഐഡൻറ്റിഫൈഡ് ആയിരിക്കണം. അഡ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി ആ ഡോക്ടറുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ സംഭവിച്ച് മുഴുവൻ ട്രീറ്റ്മെൻറ്റും മറ്റൊരു മൊഡാലിറ്റിയിലേക്ക് മാറി, മറ്റൊരു ഡിസിപ്ലിനിലേക്ക് മാറി, ഈ ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, പുതിയൊരു ഡോക്ടറാണ് റെസ്പോൺസിബിൾ ആയിട്ട് അവിടെ വരുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും അവിടെ ആ പുതിയ ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി മെഡിക്കൽ റെക്കോർഡ്സിൽ മാർക്ക് ചെയ്തിരിക്കണം. അതിനാണ് നമുക്കറിയാം അഡ്മിഷൻ കൺട്രോളായിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പേഷ്യൻ്റെ ഗ്രേപ്സിൽ എൻട്രി ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു ചേഞ്ച് ദ റെസ്പോൺസിബിൾ ഡോക്ടർ എന്നൊരു ക്വസ്റ്റ്യൻ വരും. യെസ് കൊടുത്താൽ പുതിയ ഡോക്ടറെ റെസ്പോൺസിബിൾ ഡോക്ടറായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഗ്രേപ്സിൽ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് AAC10A മീറ്റ് ചെയ്യുന്നതാണ്.